ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അന്നുണ്ടാക്കിയ ചിക്കൻ ചുക്ക അല്ലെങ്കിൽ സുക്ക എന്നൊക്കെ പറയും, ആ ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണുക. റെസിപ്പി നല്ലൊരു റെസിപ്പി ആകും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാമേ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പാസ്തയാണ്. അതായത് എന്നും ഞാൻ ഉണ്ടാക്കുന്നത് പോലല്ല, വൈറ്റ് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവന്മാർ കുറേ നാളുകൊണ്ട് പറയുക, ഞാൻ ഈ അല്ലാത്ത പാസ്ത ഉണ്ടാക്കുന്ന സമയത്തെല്ലാം പറയും വൈറ്റ് പാസ്ത ഉണ്ടാക്കും, വൈറ്റ് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്നങ്ങ് അതങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. എനിക്കത് ഇഷ്ടമല്ല, കാരണം എനിക്ക് ഇച്ചിരി എരിവുള്ള പാസ്തയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കടായി വെച്ച് ഓയിലൊഴിച്ചിട്ട് ഇച്ചിരി വെളുത്തുള്ളി, ഒരു 10 വലിയോളം വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതൊന്ന് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സവാളയും ഒരു ക്യാപ്സിക്കവും. നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ഓയിലിന് പകരം, ഞാൻ ഇച്ചിരി ഓയിലാണ് ഒഴിച്ചത്, അതിന് പകരം ബട്ടർ ചേർക്കാം. ഓയിൽ ചേർക്കാതെ, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പം ഞാൻ ഇത് സവാളയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഒരിച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പം ഞാനതിങ്ങ് കോരിയെടുക്കുന്നുണ്ട്. ഞാനങ്ങനെ അധികമൊന്നും ഈ വൈറ്റ് പാസ്ത ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിന്നൊരു അമളി പറ്റി. കാരണം എൻ്റെ കയ്യിൽ ചീസ് ഉണ്ടായിരുന്നു, മൊസറല്ല ചീസ് അല്ലായിരുന്നേ ഉള്ളായിരുന്നു. അല്ലാത്ത ചീസ് കൂടി ഇടണമെന്നും പറഞ്ഞാൽ എടുത്തുകൊണ്ട് കൊണ്ടുവച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ മറവിയുടെ കാര്യം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം പോയി പാചകം ക്ലീൻ ചെയ്യാൻ നേരം അറിഞ്ഞത് ചീസ് അവിടെ ഇരിപ്പുണ്ട്, അതിട്ടില്ലെന്നുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം കാണും. എത്രയും ബട്ടറൊക്കെ ചേർക്കുന്നോ അത്രയും നല്ലതാണ്. ഞാൻ ഇത്രയും ചേർത്തുള്ളല്ലേ. അതൊന്ന് ഉരുകി ഒന്ന് വരെ. ഇതിപ്പോൾ 1 കിലോ പാസ്തയുടെ അളവാണ്. ഞാനിപ്പോൾ ഇതിലിട്ടൊരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഏറ്റവും കുറച്ചിരിക്കണം, കാരണം ആ ബട്ടറിൽ കിടന്ന് ആ മൈദയൊക്കെ ഒന്ന് വേവണം. മൈദ വെന്തില്ലെങ്കിലേ വയറുവേർക്ക വേദന എടുക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ അതൊരു ക്രീമി പരുവം പോലെ ആവുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കും. മിക്സ് ചെയ്യുന്നുണ്ട് കട്ടയൊന്നുമില്ലാതെ. ഞാനിതിലോട്ടൊരു 2.5 ഗ്ലാസ് പാലൊഴിക്കുന്നുണ്ട്, കുറേശ്ശെ. എന്നിട്ടത് എല്ലാം നന്നായിട്ട് ക്രീമി പോലെ ആയതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും 1 ടേബിൾ സ്പൂൺ ഓറിഗാനോയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടെ പാൽ ഇതിൽ ഒഴിക്കേണ്ടി വന്ന്. അത് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നല്ലോ, 1 കിലോ എന്ന് പറയുമ്പം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ വഴറ്റി വെച്ച് അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് പാസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാസ്ത ഇട്ടൊരു നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചീസ് കൂടെ ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടി ഇച്ചിരി നല്ല ക്രീമി പോലായിട്ട് കിട്ടും. പക്ഷേ ഞാനത് പറഞ്ഞില്ലേ, മറന്നുപോയെന്ന്. ഞാനിതിലേക്ക് ഇച്ചിരി ഉപ്പൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റിൽ കുറച്ചുകൂടെ ചില്ലി ഫ്ലെക്സ് ഒറിഗാനോയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വൈറ്റ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചായയൊക്കെ റെഡി ആയായിരുന്നു. ഇനി ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് പ്രൈസിന് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ അകത്ത് ഇച്ചിരിയും കൂടെ ഒന്ന് ഇതൊക്കെ ചെയ്തത്. ഇച്ചിരി കൂടെ പാലൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തത്. ഈ പിള്ളേർക്ക് രണ്ടിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. റീച്ചാനും ഇതിനോട് അത്ര താല്പര്യമില്ല, ഞാനും കഴിച്ചില്ല. പിന്നെ ഡാഡിക്ക് കൊടുത്തു. അപ്പോൾ അവന്മാർക്ക് ഇത് ടിഫിനും കൊടുത്തു വിട്ട് പിന്നെ പ്രൈസൺ ഉച്ചയ്ക്ക് വന്നപ്പോഴും ഇത് ചോദിച്ചുകൊണ്ടാണ് വന്നത്, രാവിലത്തെ ഉണ്ടോയെന്ന്. മറ്റവരും പറഞ്ഞ് എനിക്കുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് വെച്ചേക്കണേന്ന്. അങ്ങനെ തണുത്തതിന് ശേഷം ഞാനങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇന്നലത്തെ മോരുകറി അങ്ങനെ കൂട്ടാനും ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു മീൻ കറി വെക്കാമെന്നും പറഞ്ഞ് നമ്മൾ നാട്ടിൽ ഇതിന് ചെമ്പല്ലിക്കോര എന്ന് പറയും, ഇവിടെ കിളിമീനെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വലുതാണെങ്കിൽ കറി വെക്കുന്നതിനൊക്കെ കുഴപ്പമില്ല. ഇത് വറക്കാനും തോരൻ വെക്കാനും നല്ല ബെസ്റ്റ്, ഏറ്റവും നല്ലത് വറക്കാനാണ്. അപ്പം ഞാൻ അത് എല്ലാം എടുത്ത് വെളിയിലിട്ടു. അപ്പം ഇതിൻ്റെ ചെതുമ്പലും തലയും പോയാൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് ചെറിയ മീനായിരുന്നു. അപ്പം ഞാൻ ആദ്യം അതെടുത്ത് ക്ലീൻ ചെയ്ത് ചെയ്യാമെന്നും പറഞ്ഞാൽ തോരൻ വയ്ക്കാമെന്നും പറഞ്ഞാൽ അപ്പം കുറേ സമയം എടുക്കും അതൊന്ന് ക്ലീൻ ചെയ്ത് വരാൻ. അപ്പം ഞാൻ ചിന്തിച്ച് എന്നാൽ ഒരു മീൻ കറിയായിട്ട് വെക്കാം. അപ്പോൾ നേരത്തെ അയല ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തങ്ങ് ക്ലീൻ ചെയ്ത് കറി വെക്കാമെന്ന് വെച്ചു. പിന്നെ ഈ കറി അടപ്പത്ത് വെച്ചതിന് ശേഷം സാവകാശം ഇത് വെട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാം, സമയം പോലെ നമുക്ക് തോരനോ വറക്കുകയോ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ അയലയൊന്ന് വെട്ടിയെടുക്കട്ടെ.
മീനെല്ലാം വെട്ടിയെടുത്തു. അപ്പം പിന്നെ കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് എവിടെ നിന്നാണ് ജെൽസി വെച്ച് ജെൽസി അത് ഓർഡറും ചെയ്തെന്ന് പറയുന്നു. ഇതാകുമ്പം നല്ലതാണ് നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് ലീക്കാവും. അത് ഉടനെ അങ്ങ് തുടച്ച് കളഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിലോ 10 ദിവസം കൂടുമ്പോഴോ ആ ബോട്ടിൽ കഴുകണം, അല്ലെങ്കിൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടൊന്ന് വഴറ്റി എടുക്കട്ടെ. സാധാരണ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. സാധാരണ ചുരുക്കം ചിലപ്പോഴങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ. ഇന്ന് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത്, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. മീൻ അധികം ഇല്ലല്ലേ, എന്നിട്ട് പുളിവെള്ളവും ഉപ്പും ഉലുവാപ്പൊടി എല്ലാം ഇട്ടിട്ട് അതൊന്ന് അരപ്പ് തിളച്ച് വരട്ടെ. അപ്പോൾ മീനൊക്കെ ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് വേണം എനിക്കിനി അടുത്ത മീൻ വെട്ടാൻ. അത് വെട്ടാൻ കുറേ സമയം എടുത്തെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ തലയും പിന്നെ ചെതുമ്പലുകളൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. തൂക്കി വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. കാരണം ഈ തലയും ചെതുമ്പലിനും ആ വെയിറ്റ് കൂടുതലും. അപ്പം ഞാൻ മീൻ അടപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എല്ലാം ചെതുമ്പൽ നമ്മൾ സൂക്ഷിച്ച് പതുക്കെയാണ് അതൊന്ന് ചെതുമ്പൽ ചെത്തുന്നത്. കാരണം അവിടെ എല്ലാം തെറിക്കും. അതിൻ്റെ മുതുകത്തെ മുള്ളുണ്ടല്ലേ, ഇത്തിരി ഷാർപ്പായിട്ട് കട്ടിയുള്ള മുള്ളാണ്. പക്ഷെ വറുത്തൊന്നെ റീച്ചാനും കഴിച്ചു. അത് ഞാൻ ഇന്ന് വറക്കാനെടുത്തില്ല, വെട്ടിയിട്ടെല്ലാം 2 പാർട്ടായിട്ട് ഒന്ന് വലുതുള്ളത് എടുത്ത് വറക്കാൻ വെച്ചിട്ട് ചെറുതൊക്കെ തോരൻ വെക്കാമെന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കുന്നത്. ഇന്നിപ്പം മീൻ കറി ഉണ്ടല്ലേ, അതുപോലെ മീൻ വറക്കാനും അന്ന് ഞാൻ മസാല പുരട്ടി വെച്ചല്ലേ അയല മീൻ്റെ, അതെടുത്ത് വറക്കാമെന്ന് വെച്ചിന്ന്. അതൊക്കെ ഞാൻ ഒന്ന് വെട്ടിയെടുത്ത് വെച്ചു. അപ്പോഴത്തേക്കിനും മീൻകറിയൊക്കെ വറ്റിയായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മസാല പുരട്ടിയ മീൻ ഇരിപ്പുണ്ടായിരുന്നെന്ന്, അന്നെടുത്ത് വെച്ച അയല, അത് ഒന്ന് വറക്കാനായിട്ടെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം 4 എണ്ണയും ഇട്ടിട്ടുള്ളൂ. ഇവിടെ റീച്ചാൻ അങ്ങനെ ഇങ്ങനെ മീനൊന്നും ഈ മീനൊന്നും അത്ര ഇഷ്ടമല്ല. അവിടെ ഒരാളത് പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വന്നയാ, ചെന്ന് നോക്കട്ടെ. അപ്പം മീനൊക്കെ വറുത്തെടുത്ത് തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനിയത്തെ വീഡിയോ എന്ന് പറയുന്നത് അന്ന് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തില്ലേ ചിക്കൻ ചുക്ക, അല്ലെങ്കിൽ ചിക്കൻ ചുക്ക സുക്ക, അപ്പോൾ അത് നമുക്ക് ആദ്യം സവാളയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് ഒരു 1/2 കപ്പിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 സവാള ഇങ്ങനെ ചെറിയതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ പാത്രമാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലൊഴിച്ച് 1-2 പ്രാവശ്യമായിട്ട് ഈ സവാള വറുത്തെടുക്കണം. അതേസമയം നിങ്ങൾക്ക് ഓയിൽ കൂട്ടി ഒഴിച്ചിട്ട് വലിയ പാത്രത്തിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കുഴിയൻ പാത്രമാകുമ്പം കുറച്ച് ഓയിലൊഴിച്ചിട്ട് 1-2 പ്രാവശ്യമായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. ഉള്ളി വറുത്തെടുക്കുന്ന സമയത്ത് ഉള്ളി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. കാരണം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി ഇച്ചിരിയെങ്കിലും കരിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മുടെ കറി അതാകെ കയ്പായിപ്പോയും ഒരു ടേസ്റ്റും കാണത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കി ഈ ഒരു ബ്രൗൺ കളർ പോലെ ആയതുകൊണ്ട് അതിങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കണക്ക് പറയുകയാണെങ്കിൽ 1 കുടം വെളുത്തുള്ളി, അതൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഇത്ര ഇഞ്ചി, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും സവാള എടുത്തിട്ടുണ്ട്, ഇതൊന്ന് അരിഞ്ഞെടുക്കാമേ. നന്നായിട്ട് വിനാഗിരിയൊക്കെ ഇട്ട് കഴുകിയ ചിക്കൻ 1 കിലോ.
ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/4 കപ്പ് തൈര് ഇതിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മുക്കാൽ മണിക്കൂറോളം ഒന്ന് വെക്കാം. ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ട് ആ ഉള്ളി വറുത്ത അതയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ നല്ല കേട്ടോ. ഇതിപ്പോൾ നല്ല പച്ച കറിവേപ്പിലായിരുന്നു. ഇതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ സവാള, ഒരു 3 പച്ചമുളക്, ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ചും കൊടുക്കുന്നുണ്ട്. ഞാൻ കുറഞ്ഞ തീയിലൊരു മിനിമം ഒരു 3-4 മിനിറ്റേലും ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ മസാല നന്നായിട്ട് മൂത്തെങ്കിലേ നമുക്ക് അതിൻ്റേതായ ഒരു കളറും ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കന് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 3 ടൊമാറ്റോ, ഈ വലുപ്പത്തിലുള്ള 3 ടൊമാറ്റോ, ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട്. ചെറിയ തീയിലിടണേ. ഇപ്പം ടൊമാറ്റോയും സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ കൊണ്ട് ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന്, എന്നിട്ട് തീ ഒന്ന് കുറച്ചേക്കണേ, എന്നാലേ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരത്തുള്ളേ. ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. ഉപ്പൂടി ഇട്ടിട്ട് ഞാൻ ഇവിടെ 1 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാമേ. ഒരു മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കിയെടുത്തു. ഇനി അത് മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഒരു 3/4 വെന്തു. ഇനി നമ്മൾ വറുത്ത് വെച്ച സവാള ഇല്ലേ, അതിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ. അത് ആ ചുക്കയുടേതായിട്ട് ഉള്ള രീതിയിൽ വരണമെങ്കിൽ കുറേ സമയം എടുക്കും. നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടൊന്നും കാര്യമില്ല. അതിന് അതിൻ്റേതായ ഒരു കളറും കിട്ടണം, ഒരു ഡാർക്ക് ഇത്തിരി ബ്രൗൺ കളർ പോലെ. അതുകൊണ്ട് ഈ ഉള്ളിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കവിടെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റീൽ തവി അങ്ങ് മാറ്റിയത് ചിക്കൻ പൊടിയുമെന്നും പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഈ വുഡൻ്റെ ഇതെടുത്തത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ മൂടുവശം കൊണ്ട് ഇളക്കി കൊടുത്താലും മതിയേ. അപ്പം കുറേ സമയമായി ഞാനിതിങ്ങനെ ഇട്ടിട്ട് നന്നായി ഇപ്പം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര, 2 നുള്ള് പഞ്ചസാര ഇതിലോട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഞാനത് വിട്ടുപോയി. ഇത്രയും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതിലൊക്കെ നമ്മളിങ്ങനെ ക്രിസ്റ്റലായിട്ട് ഇങ്ങനെ പഞ്ചസാര ഇടുവാണെങ്കിൽ അതങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി നമുക്ക് കടിക്കുമ്പം തോന്നും. അതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കണേ. ഇപ്പം ലിക്വിഡായിട്ടുള്ളതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതിലാകുമ്പോൾ ഇച്ചിരി കലക്കി ഒഴിക്കണേ. അപ്പോൾ ഇനി ലാസ്റ്റിൽ ചേർക്കേണ്ടത് ഞാനൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, എന്നിട്ടത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് അവിടെ പിടിക്കാൻ വയ്യ, കാരണം അപ്പുറത്തെ ഗ്യാസേലും ചാലും. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഈ പിടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിടിക്കാനായിട്ട് ചൂട് അപ്പുറത്തെ ഇതിലൂടെ ഇതായതുകൊണ്ട്, ചാലു ആയതുകൊണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ
നിങ്ങൾ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.